ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് നാളുകളായിട്ട് എന്നോടൊരു വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്ന വെച്ചിട്ടാണോ ഞാൻ കടയിലേക്ക് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ള അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഇഷ്ടക്കേടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിന്റെ പേര്. ആ കുട്ടിയുടെ പേര് നന്ദന എന്നാണ്. അപ്പൊ അവള് പറഞ്ഞു എന്താണ് ചേച്ചി ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് ചെയ്തു കൊടുക്കാന്ന് കേട്ടോ. അപ്പോ എന്താണ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലുള്ള ഇറിറ്റേഷൻ, ബാഡ് ഓർഡർ, അതേപോലെ തന്നെ ഡാർക്ക്നെസ്, അതിനുള്ളൊരു പരിഹാര മാർഗങ്ങൾ ഒന്ന് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. കണ്ടത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ളൊരു ബെല്ലൈക്കണും കൂടെ അമർത്തിയിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഫുൾ എക്സ്പെഷ്യലി നന്ദനക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോവാട്ടോ. ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് എന്താ ചൂടല്ലേ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. മഴ വരുമ്പോ വിചാരിക്കും മഴ പോയാൽ മതിയെന്ന്, മഴ പോയി കഴിയുമ്പോൾ വിചാരിക്കും മഴ വന്നാൽ മതിയെന്ന്. മനുഷ്യർ അങ്ങനെയാണ്, സാഹചര്യങ്ങൾക്ക് ഒത്തു മാറിക്കൊണ്ടേയിരിക്കും. അതൊന്നല്ല നമ്മുടെ ടോപ്പിക്ക്. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാട്ടോ. ഇപ്പോ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഡാർക്ക്നെസ് വരുന്നത്. അപ്പൊ നമ്മുടെ കക്ഷത്തിലായാലും നമ്മുടെ തൊടയുടെ ആ ഒരു ഭാഗത്തായാലും ആ തൊട ഒരയുന്ന ആ ഭാഗമില്ല, ആ ഭാഗത്തായിരിക്കും കൂടുതലും നമുക്ക് എന്ത് വരാം, ഡാർക്ക്നെസ് വരാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ് ഓർഡർ ഒക്കെ മാറാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുളിക്കാം. എല്ലാ ദിവസവും കുളിച്ച് നല്ലൊരു സോപ്പൊക്കെ ഇട്ടാൽ തന്നെ ഒരു പരിധി വരെ ബാഡ് ഓർഡർ മാറും. പിന്നെ നമ്മൾ എപ്പോഴും യൂറിനൊക്കെ പാസ് ചെയ്യുകയും നമ്മൾ എപ്പോഴും ഇങ്ങനെ വേർക്കൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ആ ഒരു സംഭവം വരും. ഇതിന് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് 100% നാച്ചുറൽ ആണ്. ഒരു കെമിക്കൽസും ഇല്ലാത്ത ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ആദ്യം നമുക്ക് അത് പറയാം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതിനുശേഷം ഞാൻ പയ്യെ പയ്യെ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ മാർഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അലോവേര ജെല്ല് എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രഷ് അലോവേര എടുക്കുന്നതാണ്. അലോവേര എടുത്തതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അതിന്റെ ഒരു കാപ്പി, ഒരു ബ്രൗണിഷ് സംഭവം ഉണ്ട്, അത് പോകുന്നത് വരെ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് അതിൽക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കുറച്ച് പഞ്ചസാരയും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇത് പ്രൈവറ്റ് പാർട്സിൽ നമ്മൾ അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് തേക്കുകയാണെങ്കിൽ, അത് കണ്ടിന്യൂസ് 1 മാസത്തോളം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നല്ലോണം വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഫ്രഷ് അലോവേര ജെല്ല് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഫ്രഷ് അലോവേര കിട്ടണമെന്നില്ല, അലോവേര ജെല്ല് എടുത്താലും മതി കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അലോവേര ജെല്ല് എടുത്തിട്ടാണ്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പൊ ഫ്രഷ് അലോവേര എടുക്കാനില്ല. ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര എടുക്കുന്നതാണ്. അപ്പൊ അത് 100% നാച്ചുറൽ ആയിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ ജെല്ല് എടുക്കാം കേട്ടോ. കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ പഞ്ചസാര എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് കാര്യങ്ങൾ എല്ലാം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് അലോവേര എടുക്കാം, അതായിരിക്കും ഇതിനേക്കാളും കൂടുതൽ എഫക്റ്റ് കിട്ടാട്ടോ. എൻ്റെ ഒരു ഫ്രഷ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അലോവേര ജെൽ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ ഇടാട്ടോ. കൂടണ്ട, ഇത്രയും മതിയാകും. നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ഒന്നും എടുക്കരുത് കേട്ടോ, കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുക, ഒരു 1/2 ടീസ്പൂണോ പഞ്ചസാരയും കൂടി ഇടാട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽട്ട് ആവേണ്ട ആവശ്യമില്ല. കാരണം പഞ്ചസാര മെൽട്ട് ആവാതിരുന്നാൽ ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് പഞ്ചസാര അധികം മെൽട്ട് ആവാത്ത രീതിയിൽ അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും അണ്ടർ ആംസും എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ആഴ്ചയിൽ 1 ദിവസം പറ്റിയാൽ തന്നെ നല്ലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ അതേ ഒരു സംഭവം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് മെൽറ്റ് ചെയ്യേണ്ട. പഞ്ചസാര ആ ഒരു തരിതരിപ്പോടെ തന്നെ നല്ലോണം നിൽക്കണം. ഇതിലിപ്പോ എന്റെ അലോവേര ജെല്ലിനെ കുറച്ച് നല്ലൊരു സ്മെല്ല് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്മെല്ല് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ
ഫ്രഷ് അലോവേര എടുക്കുന്ന കൂടുതൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ ട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ എന്റെ കയ്യിൽ ചെയ്തിട്ടാണ് ട്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പൊ നമ്മുടെ കക്ഷത്തിന്റെ ആ ഭാഗത്തായാലും യൂറിനൊക്കെ പാസ് ചെയ്യുന്ന വജൈന ഭാഗത്തായാലും തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് വരും. യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തേക്കാണ്ടിരിക്കും, നല്ലോണം നീറാൻ ചാൻസ് ഉണ്ട്. കസ്തൂരി മഞ്ഞളാകുമ്പോൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നീറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. തൊടയുടെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാവുന്നതാണ്. കസ്തൂരി മഞ്ഞൾ ഇടുന്നത് കൊണ്ട് തന്നെ ആദ്യം കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവും, പിന്നെ അത് ശരിയായിക്കോളൂ ട്ടോ. അപ്പൊ നമ്മ കസ്തൂരി മഞ്ഞളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അണുക്കളൊക്കെ ഇതാക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ചൊറിയാമ്പുഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് മേത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിണർക്കില്ലേ, തടിച്ചു പൊന്തൂലേ, അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ഈ ഒരു മഞ്ഞളായിരിക്കും. നമ്മുടെ കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടിയില്ല, അതായിരിക്കും തേക്കുക. അപ്പൊ തന്നെ ആ ഒരു തിണർപ്പ് പോവുകയും ആ ഒരു ചൊറിച്ചിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ നല്ലതാണ്. പിന്നെ അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് അലോവേര ജെൽ എന്ന് പറയുന്നത്. പഞ്ചസാര എന്ന് പറയുന്ന ഒരു സ്ക്രബിങ് ഇഫക്ട് തരും, അതേപോലെ തന്നെ നല്ലോണം ബ്രൈറ്റ്നെസ്സിനും സഹായിക്കുന്ന ഒരു സംഭവമാണ് എന്താ പഞ്ചസാര. അപ്പൊ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളി റിസൾട്ട് ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താണിതെന്ന് കമന്റിൽ ഇടണേ. അപ്പൊ നമുക്കിതൊന്ന് തേച്ച് നോക്കാം. അപ്പൊ ഞാനിത് ശരിക്കും മെൽട്ട് ആക്കിയിട്ടില്ല കേട്ടോ. ആ ഒരു അലോവേര ജെല്ലും ആ ഒരു കസ്തൂരി മഞ്ഞളും മാത്രമേ നന്നായിട്ടായിട്ടുള്ളൂ. പഞ്ചസാര ഞാൻ കുറച്ച് അധികം അങ്ങോട്ട് ഇതാക്കിയിട്ടില്ല. അധികം അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ അധികം ഇളക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് നമ്മുടെ കയ്യിൽ ഇതൊന്ന് തേച്ച് നോക്കാം. അപ്പൊ അതേ നോക്കിയേ, എന്റെ ഈ ഒരു ഭാഗത്താണ് ഞാൻ തേക്കുന്നത്. അവിടെയും നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ എന്തോ ഞാൻ ഈ ഒരു തേക്കുന്നത്. നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാട്ടെ. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ഈ സ്പൂണും കൊണ്ട് തേച്ചെന്നുള്ളൂ. അപ്പൊ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ കക്ഷത്തായാലും അണ്ടർ ആംസ്, മനസ്സിലായില്ലേ, ആ ഭാഗത്തായാലും നമ്മുടെ എവിടെയൊക്കെയാണോ ഏതൊക്കെ പ്രൈവറ്റ് പാർട്സിലാണോ ഡാർക്ക്നെസ് ഉള്ളത് അതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമുക്കിത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. ഞാൻ കണ്ടിന്യൂസ് ഒരു മാസം ചെയ്യാന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. ആ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് എല്ലാ ആഴ്ചയും ആ ഒരു ദിവസം ചെയ്യേണ്ടതാണ്, ചെയ്തിരിക്കണം, മനസ്സിലായില്ലേ. ഇപ്പൊ ഞായറാഴ്ച ആയിരിക്കും എല്ലാവർക്കും ഒഴിവുണ്ടാവുക, അപ്പൊ അതനുസരിച്ച് ചെയ്യാം. ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും, അപ്പൊ അതനുസരിച്ച് ചെയ്യാട്ടോ. നന്നായിട്ട് ഇതപ്പൊ പഞ്ചസാരയുടെ ആ ഒരു തരിതരിപ്പ് മൂലം അവിടെയുള്ള ആ ഒരു നമുക്കൊരു സ്ക്രബിങ് ഫീലിംഗ് കൂടെ കിട്ടും. നന്നായിട്ട് മസാജ് ചെയ്യാട്ടോ. അത് എനിക്ക് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഇല്ല. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ എന്തിട്ടാ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ എടുക്കാണ്ടിരിക്കുക കേട്ടോ. കാരണം അത് ചിലപ്പോൾ മുളക് പൊടിയൊക്കെ പൊടിക്കുന്ന സ്ഥലത്തായിരിക്കും പൊടിച്ചിരിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് നീറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് ഇങ്ങനെ വൈദ്യശാലയിലൊക്കെ കിട്ടുമല്ലോ, വൈദ്യശാലയല്ല, നാട്ടു സംഭവങ്ങളൊക്കെ വെക്കണ കടയിൽ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 10 മിനിറ്റ് ഇത് വെക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരത്തിലാണ് ഗുണം. ആ ഡാർക്ക്നെസ് പോവും, അതേപോലെ തന്നെ ആ ബാഡ് ഓർഡർ പോവും, ഇറിറ്റേഷനും പോവും. ഇറിറ്റേഷൻ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കക്ഷത്തൊക്കെ വിയർക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അണുക്കൾ വരാനോ അങ്ങനത്തെ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് ഇറിറ്റേഷൻസ് വരുന്നത്. പിന്നെ കൂടുതൽ ഈ മഴക്കാലത്ത് ഈ ഈർപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നല്ലോണം ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് മനസ്സിലാവുള്ളൂ. നമ്മളൊരു പുറത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് മറ്റൊരാളുമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ആദ്യം നോക്കട്ടെ, നമ്മളിപ്പോ സ്പ്രേ അടിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ മാത്രമാണ് നമ്മൾ സ്പ്രേ അടിക്കുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോ ബോഡി ലോഷൻ ഒക്കെ തേക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും അണ്ടർ ആംസിൽ ബോഡി ലോഷൻ തേക്കുന്നുണ്ടോ? ഭൂരിഭാഗം ആരും തേക്കില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് ഓർഡർ ഒക്കെ പോകാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കാലൊക്കെ ഇല്ലേ, ഈ ഒരു സമയമില്ലേ, ജൂൺ ജൂലൈ മാസത്തൊക്കെ നല്ലോണം ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു സ്കിന്നാണ് എന്റെ. ഒരു കാലിലും ഭാഗത്തിന് മുഖത്തൊന്നുമില്ല, കാലും കൈയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു ഇതാണ്. ഇത് ചെയ്തപ്പോൾ പിന്നെ വളരെയധികം കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഇത് പറഞ്ഞുതരാന്ന് വിചാരിച്ചത്. പിന്നെ നന്ദന ചോദിച്ചപ്പോ എന്നാ ഇത് തന്നെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. ഒട്ടും സ്മെല്ല് ഉണ്ടാവില്ല. നമുക്ക് ഇപ്പൊ വേർപ്പായാലും ഭയങ്കരമായിട്ട് വേർപ്പിന്റെ സ്മെല്ല് ഇപ്പൊ നമ്മ ആര് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാനായിട്ട് പറ്റില്ല. ഒരു പരിധി വരെ ഇത് കുറയ്ക്കാനായിട്ട് പറ്റും. ഇറിറ്റേഷൻ അതേപോലെ തന്നെ ഡാർക്ക്നെസ് ഒക്കെ
കണ്ടിപ്പായിട്ട് മാറും, ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്ത് അയക്കണം കേട്ടോ. അപ്പൊ ഇത് അത്രേ ഉള്ളൂ കേട്ടോ പറയാൻ. അപ്പൊ ദേ എന്റെ കൈയൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ദേ നോക്കി, ഈ ഒരു ഭാഗവും എന്റെ ഈ ഒരു ഭാഗവും കണ്ടില്ലേ, ഞാനൊരു 15 മിനിറ്റ് വെച്ചിട്ടുള്ളേ. അപ്പൊ തന്നെ നല്ലൊരു ഡിഫറൻസ് വന്നില്ലേ. ഇത് നിങ്ങൾ മറ്റേ ആ ഒരു ഭാഗത്തും കൂടെ ചെയ്ത് നോക്കണം, എന്തായാലും റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അല്ല സോറി, നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഇതിലിപ്പോ അലോവേര ജെല്ല്, അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളും പിന്നെ എന്നിട്ടോ യൂസ് ചെയ്തത് നമ്മള് പഞ്ചസാരയും കൂടാണ് യൂസ് ചെയ്തത്. കുറച്ചും കൂടെ എക്സ്പെൻസ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൻഡൽ പൗഡർ ഇല്ലേ, ആ ഒരു സാൻഡൽ പൗഡറും ബീറ്റ്റൂട്ട് പൗഡറും ഇല്ലേ, അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ അണ്ടർ ആംസിലും വജീനൽ പാർട്സിലും. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഇടുമ്പോഴേ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവുള്ളൂ, ഈ രണ്ട് പൗഡേഴ്സിനും ഇറിറ്റേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വല്ല തൈരിലോ പാലിലോ മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ ഈ സാൻഡൽ പൗഡർ തേക്കുന്നത് മൂലം നല്ല ബ്രൈറ്റ്നെസ്സും അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടാവും. ബീറ്റ്റൂട്ട് പൗഡർ തേക്കുന്നതോടൊപ്പം ബീറ്റ്റൂട്ടും നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ബ്രൈറ്റനിങ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഗുഡ് വൈബ്സിന്റെ അല്ല സോറി ആൽ ഗുഡ്നെസിന്റെ ബീറ്റ്റൂട്ട് പൗഡർ ഒക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് അല്ല. അതൊക്കെ നല്ല ഐറ്റംസ് ആണ്, ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നാണ് മേടിച്ചത്, അത് തീർന്നു പോയി. ഇനി മേടിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. അല്ലാതെ അതെന്റെ കയ്യിൽ ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാത്ത. നല്ല അടിപൊളി സാധനങ്ങളാ. അപ്പൊ അതൊക്കെ നിങ്ങൾ മേടിച്ചിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒട്ടും എക്സ്പെൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് ആണെങ്കിലും നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എനിക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ തൊടയുടെ ആ രണ്ട് ഭാഗത്തും ഈ എപ്പോഴും ഇങ്ങനെ എല്ലാവർക്കും ഈ കറുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും സാരിയും കൂടുതൽ മുതിർന്നവർക്കായിരിക്കും ഈ ഒരു ഡാർക്ക്നെസ് കൂടുതൽ ഉണ്ടാവുക. കാരണം അവര് ഭൂരിഭാഗം സാരി ആയിരിക്കും കൊടുക്കുന്നത്. സാരി കൊടുക്കുമ്പോൾ അണ്ടർ സ്കേർട്ടിൽ ഇടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് തൊടകളും തമ്മിൽ ഇങ്ങനെ ഒരയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ തമ്മിൽ എപ്പോഴും ടച്ച് ആവുമ്പോഴാണ് ഈ ഒരു ഡാർക്ക്നെസ് അവിടെ വരുന്നത്. അതേസമയം ഈ അണ്ടർ സ്കേർട്ടിന്റെ അടിയിൽ നമ്മളൊരു ട്രൗസർ ലൈക്ക് ഒരു സംഭവം, ഒരു 3/4 കൂട്ടത്തൊരു സംഭവം ഇടുവാണെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. കാരണം അപ്പൊ നമ്മൾ ഈ ഒരു സ്കിന്നും തമ്മിൽ മുട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ആ ഒരു ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ഏറ്റവും കൂടുതൽ സാരി ഉടുക്കുന്നവർക്കായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും സാരി ഉടുക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ഭാഗത്തൊന്നും വലിയൊരു ഡാർക്ക്നെസ് ഇല്ല. കാരണം നമ്മളെപ്പോഴും പാൻസ് അല്ല യൂസ് ചെയ്യുന്നത്. ഇല്ല, നമ്മ ഇതൊക്കെ ഒന്ന് തുറന്നു പറയുന്നതിൽ നമുക്കൊരു ഇതുമില്ല. നമ്മൾ എല്ലാവരും അറിയണം, നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാവരും അറിയണം. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ഡാർക്ക്നെസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക, അപ്പൊ തന്നെ കുറച്ച് ബാഡ് ഓർഡർ ഒക്കെ നമുക്ക് പോവും. അതേപോലെ തന്നെ നല്ല നല്ല ബോഡി ലോഷൻസ് യൂസ് ചെയ്യുക. ഭയങ്കര വിലടാന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ നിവ്യയുടെ ഒരു ബോഡി ലോഷൻ കാര്യം പറഞ്ഞില്ല, അതൊക്കെ നല്ല ബോഡി ലോഷൻസ് ആണ്, അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ കക്ഷത്തൊക്കെ നമ്മള് ബോഡി സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നേരമൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഈ ഒരു നമ്മുടെ ഈ റെമഡി, നമ്മുടെ നാട്ടുവൈദ്യം പോലത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇറിറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ സാൻഡൽ പൗഡറും ബീറ്റ്റൂട്ടിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അലോവേര ജെൽ, അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി. ഇത് മൂന്നും നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു ചെലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം തേച്ച് ഒരു മാസം കണ്ടിന്യൂസ് അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.